സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ അവസാന ഭാഗമാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിലൂടെ നാം വിശുദ്ധ മക്കയിൽ നിന്നും ഹജ്ജ് പൂർത്തിയാക്കി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് രോഗബാധിതനാകുന്നു. ആ ഭാഗം വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത്. ഈ വീഡിയോയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥ, ഇമാമത്ത് നിൽക്കാൻ കഴിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നമസ്കരിക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയെ കാണാൻ വരുന്നു. പൊന്നോമന മകളോട് സ്വകാര്യം പറയുന്നു. അത് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്നു, പിന്നീട് പുഞ്ചിരിക്കുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നു. ആ സമയത്ത് സ്തംഭിച്ചു പോയ മദീനയിലെ സ്വഹാബത്ത് എന്ത് ചെയ്യണമെന്നറിയാത്ത അങ്കലാപ്പിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി പള്ളിയിൽ ഓടി നടക്കുന്നു. റസൂലുള്ള വഫാത്തായി എന്ന് വിശ്വസിക്കാൻ കഴിയാതെ, റസൂലുള്ള വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവൻ്റെ കഥ കഴിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അതേസമയം ഓടി വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് ബോധ്യപ്പെടുന്ന നിമിഷങ്ങൾ, ഏറ്റവും ധീരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നാം അവിടെ കാണുന്നു. പിന്നീട് റസൂലുള്ളാഹിയെ അടക്കം ചെയ്യുന്നതുമായ ഭാഗങ്ങൾ, അങ്ങനെയുള്ള റസൂലുള്ളാഹിയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട അവസാന ഭാഗമാണ് ഈ വീഡിയോ. ഈ വീഡിയോയോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അവസാനിക്കുകയാണ്. ചരിത്രത്തിൻ്റെ 42-ാം ഭാഗമായ അവസാന ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു: ഐഹിക ജീവിതമോ പാരത്രിക ജീവിതമോ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു അവൻ്റെ ഒരു ദാസന് നൽകി. എന്നാൽ ആ ദാസൻ അള്ളാഹുവിലേക്ക് ഉള്ളത് തിരഞ്ഞെടുത്തു. സദസ്സ് നിശബ്ദമായിരുന്നു, ചലനമില്ല. തലയിൽ പക്ഷി ഇരിക്കുന്നത് പോലെ അവർ നിശ്ചലരായിരുന്നു. സദസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കരച്ചിൽ. നബി തങ്ങൾ ആരെപ്പറ്റിയാണ് പറഞ്ഞതെന്ന് പലർക്കും മനസ്സിലായില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. നബി തങ്ങളെ തന്നെയാണ് സൂചിപ്പിച്ചത്. അതോർത്തപ്പോൾ കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു: അങ്ങേക്ക് പകരം ഞങ്ങളുടെ ജീവനും മക്കളും ബലിയർപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നബി തങ്ങൾ അത് ശ്രദ്ധിച്ചു. ആംഗ്യം കാണിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു: അബൂബക്കർ, ധൈര്യമായിരിക്കൂ. നബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ സ്വഹാബികളിൽ നിങ്ങളെക്കാൾ എനിക്ക് പ്രിയമുള്ളവനായി ഒരാളുമില്ല. താങ്കൾ എൻ്റെ ആത്മമിത്രമാകുന്നു. അള്ളാഹു അവൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടും വരെ ഈ സാഹോദര്യം നിലനിൽക്കും. സത്യവിശ്വാസത്തിൻ്റെ അടിത്തറയിട്ട സൗഹൃദമാണിത്. നബി തങ്ങൾ മിമ്പറിൽ നിന്നിറങ്ങി സദസ്സിനോട് ഒരു കാര്യം ഉണർത്തി: മുഹാജിർ സമൂഹമേ, അൻസാറുകൾക്ക് നന്മ ചെയ്യുക, നന്മ മാത്രം കാക്ഷിക്കുക. മുസ്ലിം സമുദായം എണ്ണത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അൻസാറുകൾ ഇന്നുള്ളത് മാത്രം, അവർ വർദ്ധിക്കുകയില്ല. അവർ എൻ്റെ സ്വന്തക്കാർ, എനിക്ക് അഭയം നൽകിയവർ, എൻ്റെ വിശ്വസ്തരായ സ്വഹാബത്ത്. അവർക്ക് ഗുണം ചെയ്യുക, അവരിൽ ന്യൂനതയുള്ളവരോട് കരുണ കാണിക്കുക, അവരോട് വിട്ടുവീഴ്ച ചെയ്യുക. പ്രസംഗം നിർത്തി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മടങ്ങി. പ്രസംഗം കാരണം വലിയ ക്ഷീണമായി. ഗുരുതരമായ പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്തത്. ഉറങ്ങാൻ കിടന്നു, ഉറക്കം വരുന്നില്ല. ഊണും ഉറക്കവുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. പനിയും തലവേദനയും നിരന്തരം വർദ്ധിക്കുകയാണ്. ഉറങ്ങാത്ത രാത്രി. ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയില്ല. മറ്റു ഭാര്യമാർക്കും ഉറക്കമില്ല. നേരം പുലർന്നു, തീരെ വയ്യ. പള്ളിയിലേക്ക് പോകാൻ പ്രയാസം. സുബിഹി നമസ്കാരത്തിന് ആര് നേതൃത്വം നൽകും? പള്ളിയിൽ ആളുകൾ വന്നു തുടങ്ങി. അവർ ഇമാമിനെ കാത്തിരിക്കുന്നു. നബി തങ്ങൾക്ക് പള്ളിയിലേക്ക് നടന്നു ചെല്ലാൻ കഴിയുന്നില്ല. മറ്റൊരാളെ ഇമാമായി നിർത്തേണ്ട ഘട്ടം വന്നിരിക്കുന്നു. നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു: അബൂബക്കറിനെ വിളിക്കൂ, അദ്ദേഹം ഇമാമായി നിൽക്കട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ മറുപടി നൽകി: എൻ്റെ പിതാവ് ലോല ഹൃദയനാണ്. ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞു പോകും.
ഇമാമത്ത് നിൽക്കാൻ അദ്ദേഹത്തിനെ കൊണ്ടാവില്ല. അബൂബക്കറിനെ വിളിക്കൂ, അദ്ദേഹം നിസ്കാരത്തിന് നേതൃത്വം നൽകട്ടെ. വീണ്ടും നബി ആവശ്യപ്പെട്ടു. എൻ്റെ പിതാവ് വളരെ ദുർബലനാണ്, നിസ്കാരം നയിക്കാൻ മാത്രം അദ്ദേഹം ശക്തനല്ല. ആയിഷ റളിയല്ലാഹു അൻഹു ഒന്നുകൂടി പറഞ്ഞു നോക്കി. വേദന കൊണ്ട് പൊളയുകയായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശബ്ദമുയർത്തി, അബൂബക്കറിനോട് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പറയൂ. റസൂല് പുതിയ നേതാവിനെ കണ്ടെത്തുകയാണെന്ന് ആയിഷ ബീവിക്ക് മനസ്സിലായി. തങ്ങൾ എൻ്റെ വീട്ടിലാണ്, താൻ സ്വാധീനം ചെലുത്തി പിതാവിനെ നേതൃസ്ഥാനത്ത് എത്തിച്ചതാണെന്ന് ആരെങ്കിലും ധരിക്കുമോ? അതായിരുന്നു ബീവിയുടെ ഭയം. ഇത് ഉറച്ച തീരുമാനമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ ഒന്നും പറഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വരുത്തി പ്രവാചകൻ അദ്ദേഹത്തോട് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പറഞ്ഞു. അദ്ദേഹം വിഷമിച്ചു പോയി. പ്രവാചകന് പകരം താൻ ഇമാമാകുക, എങ്ങനെ തനിക്കതിന് കഴിയും? കൽബ് കിടുകിടാ വിറച്ചു. പള്ളിയിലേക്ക് നടന്നു. പള്ളി നിറയെ സത്യവിശ്വാസികൾ. അവർ സുബ്ഹി നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇഖാമത്ത് കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിൽക്കുന്നു. പള്ളിയിൽ പ്രവാചകനെ കാണാത്ത ദുഃഖം. ആ ദുഃഖത്തോടെ ജനം അണിനിരന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരവശ്യത്തോടു കൂടി നിൽക്കുകയാണ്. അല്ലാഹു അക്ബർ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. നിസ്കാരം തുടങ്ങി. മനസ്സ് നിസ്കാരത്തിൽ മുഴുകി. മറ്റു ചിന്തകൾ മറന്നു. ഏകനായ ഇലാഹിന് വേണ്ടി നിസ്കരിക്കുന്നു. കർമ്മങ്ങൾ പൂർത്തിയാക്കി നിസ്കാരം കഴിഞ്ഞു. വല്ലാത്തൊരു പരീക്ഷണം കടന്നുപോയി. അങ്ങനെ 17 നിസ്കാരത്തിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകി. അദ്ദേഹത്തേത് ആദ്യത്തേത് ഇശാവും അവസാനത്തേത് സുബ്ഹിയും. നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നതോടെ നബി തങ്ങളുടെ രോഗം ഗുരുതരാവസ്ഥയിലായെന്ന് മദീനയിലുള്ളവർ മനസ്സിലാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗവിവരമറിഞ്ഞ് ഉസാമ റളിയല്ലാഹു അൻഹും സൈന്യവും ജുർഫിൽ നിന്നും മദീനയിൽ തിരിച്ചെത്തിയിരുന്നു. ഉസാമ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കാണാൻ വേണ്ടി മുറിയിലേക്ക് കടന്നു ചെന്നു. സംസാരിക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥ. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പിന്നെ ആ ശരീരം സ്പർശിച്ചു. കൈ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ പറയുന്നത് പോലെ. നബി തങ്ങളുടെ അവസ്ഥ കുടുംബാംഗങ്ങളെ എല്ലാം വേദനിപ്പിച്ചു. എന്തെങ്കിലും ഔഷധം നൽകണമെന്ന് തീരുമാനിച്ചു. മൈമൂന റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. അവർ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയിരുന്നു. അബ്സീനിയയിലെ ജീവിതകാലത്ത് അവർ ഒരു ഔഷധം ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു, ഫലപ്രദമായ ഔഷധം. അവർ അത് തയ്യാറാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബോധാവസ്ഥയിലായ ഒരു ഘട്ടത്തിൽ അവർ ഔഷധം കുടിപ്പിച്ചു. ബോധം വന്നപ്പോൾ നബി ചോദിച്ചു, നിങ്ങൾ എന്തിനിത് ചെയ്തു? അള്ളാഹു എനിക്ക് രക്ഷയേകിയ രോഗമാണിത്. രോഗം വന്ന സന്ദർഭത്തിൽ നബി തങ്ങളുടെ കൈവശം 7 ദിനാർ ഉണ്ടായിരുന്നു. ഇത് ബാക്കി വെച്ചുകൊണ്ട് വഫാത്താവാൻ പറ്റില്ല. അത് ദാനം ചെയ്യാൻ ആയിഷ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചു. വഫാത്താകുന്നതിന് 1 ദിവസം മുമ്പേ നബി തങ്ങൾ ആ ദിനാറിനെ കുറിച്ച് അന്വേഷിച്ചു. രോഗം വർദ്ധിച്ച വേളയിൽ ശുശ്രൂഷയിലും മറ്റും വ്യാപ്തനായതിനാൽ അവർ അത് മറന്നുപോയിരുന്നു. അത് എൻ്റെ അടുക്കൽ തന്നെയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതിങ്ങ് കൊണ്ടുവരൂ. നബി കൽപ്പിച്ചു. ദിനാറ് കൊണ്ടുവന്നു. അത് കയ്യിൽ വാങ്ങിക്കൊണ്ട് നബി പറഞ്ഞു, ഇതുമായി ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വന്നിരുന്നെങ്കിൽ ഞാൻ എന്തു മറുപടി പറയും? ആ നാണയങ്ങൾ ദാനം ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരുന്ന് നൽകിയതിൻ്റെ പിറ്റേ ദിവസം പ്രഭാതമായി. നേർത്ത ആശ്വാസം. വുളൂ എടുത്തു. പള്ളിയിൽ സുബ്ഹി നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുന്നു. പ്രവാചകൻ ശിരസ് മുറുക്കി കെട്ടി അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ചുമലിൽ പിടിച്ച് നടന്നു. പള്ളിയുടെ വാതിൽക്കൽ നബിയുടെ മുഖം. അസുഖം കുറഞ്ഞിരിക്കുന്നു എന്ന് സ്വഹാബികൾക്ക് തോന്നി. നിസ്കാരത്തിലായിരുന്നിട്ടും അവർക്ക് ആഹ്ലാദം. ആ സംഘ നിസ്കാരം കണ്ടപ്പോൾ പ്രവാചകനും ആഹ്ലാദം. നിസ്കാരം തുടരാൻ ആംഗ്യം കാണിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നോട്ട് മാറാൻ തുടങ്ങുകയായിരുന്നു. പ്രവാചകൻ അത് തടഞ്ഞു. ഇമാമായി തുടരാൻ ആവശ്യപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലതു ഭാഗത്ത് നബി തങ്ങൾ ഇരുന്നു കൊണ്ട് നിസ്കാരം നിർവഹിച്ചു. നിസ്കാരത്തിന് ശേഷം നബി ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, തീ കൊളുത്തപ്പെട്ട് കഴിഞ്ഞു. വലിയ കുഴപ്പങ്ങൾ വരാൻ പോകുന്നു. അല്ലാഹുവാണേ സത്യം, ഞാൻ ഇതിന് ഉത്തരവാദിയല്ല. അല്ലാഹുവാണേ സത്യം, ഖുർആൻ അനുവദീയമാക്കിയതല്ലാതെ ഞാനൊന്നും അനുവദനീയമാക്കിയിട്ടില്ല. ഖുർആൻ നിരോധിച്ചതല്ലാതെ ഞാനൊന്നും നിരോധിച്ചിട്ടുമില്ല. നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മടങ്ങി. സ്വഹാബികൾ ആ പോക്ക് നോക്കി നിന്നു.
ഇന്ന് രോഗത്തിന് ശമനം വന്നതുപോലെയുണ്ട്. എല്ലാവർക്കും ആഹ്ലാദം. സൂര്യൻ ഉദിച്ചുയർന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പിതാവിനെ കാണാൻ വന്നു. സാധാരണഗതിയിൽ മകൾ വന്നാൽ എഴുന്നേറ്റ് ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കും, കവിളിൽ ചുംബിക്കും, തൊട്ടടുത്ത് പിടിച്ചിരുത്തി സംസാരിക്കും, ഒരു കൊച്ചു കൊട്ടിയെ ലാളിക്കുന്നത് പോലെ പെരുമാറും. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നു, പിതാവിനെ ചുംബിച്ചു. മക്കളെല്ലാം മരിച്ചുപോയി, ഇനി ഈ മകൾ മാത്രമേയുള്ളൂ. എല്ലാവർക്കും കൂടിയുള്ള സ്നേഹം ഒറ്റ മക്കൾക്കു നൽകാം. പിതാവ് പുത്രിയെ ലാളിക്കുന്ന രംഗം കുടുംബാംഗങ്ങൾ നോക്കി നിൽക്കുന്നു. പിതാവ് മകളുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. മകൾ പൊട്ടിക്കരഞ്ഞുപോയി. അല്പം കഴിഞ്ഞ് പിതാവ് മറ്റെന്തോ കാര്യം പറഞ്ഞു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരി തൂകി. കണ്ടു നിന്നവർക്ക് വിസ്മയം. എന്തായിരിക്കും ആ രഹസ്യം? സ്വർഗത്തിൽ വനിതകളുടെ നേതാവായിരിക്കും ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നീ കുട്ടികളെ കൊണ്ടുവന്നു. അവരെ ചേർത്തിരുത്തി ഇളം കവിളുകളിൽ മുത്തം കൊടുത്ത് പിന്നെ അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകി. പത്നിമാരെല്ലാം വിളിച്ചു വരുത്തി അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകി. ദുആ ചെയ്തു. വീണ്ടും വേദനയുടെ വേലിയേറ്റം. പിതാവിൻ്റെ പ്രയാസം കണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. അപ്പോൾ നബി മകളെ ആശ്വസിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: പിതാവിൻ്റെ എല്ലാ വേദനകളും ഇന്നോടെ തീരും മോളെ. നബി ശക്തമായ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു: നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, ഗൗരവമായി പരിഗണിക്കുക. നിങ്ങളുടെ അധീനതയിലുള്ളവരുടെ കാര്യവും ശ്രദ്ധിക്കുക. അന്ത്യരോഗത്തിൽപ്പെട്ട് കഠിന വേദന സഹിക്കുമ്പോഴും നിസ്കാരത്തിൻ്റെ കാര്യമാണ് നബി തങ്ങൾ സമുദായത്തെ ഉത്ബോധിപ്പിച്ചിരുന്നത്. ദുനിയാവിലെ ദിവസങ്ങൾ തീരുകയായിരുന്നു. ആ പ്രഭാതത്തിൽ ചെറിയൊരു തെളിച്ചം. രോഗം ഭേദപ്പെടുമെന്ന് കൂടെ നിന്നവർക്ക് തോന്നി. പള്ളിയിൽ തടിച്ചുകൂടിയ ഭക്തജനങ്ങൾക്ക് ആഹ്ലാദം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. സലാം ചൊല്ലി: അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങേക്ക് ഇന്ന് നല്ല സുഖമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയുടെ വീട് വരെ ഒന്ന് പോയി വരട്ടെ, സമ്മതം തരുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതം ചോദിച്ചു. നബി തങ്ങൾ സമ്മതം കൊടുത്തു. മദീനയുടെ പ്രാന്തപ്രദേശമായ സുൻഅ എന്ന സ്ഥലത്താണ് അവരുടെ വീട്. കുറേ നാളായി അങ്ങോട്ട് പോയിട്ട്. അദ്ദേഹം ധൃതിയിൽ അങ്ങോട്ട് തിരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം വീട്ടിലേക്ക് പോയി. തൻ്റെ ജോലിയിൽ വ്യാപ്തനായി. അലി റളിയല്ലാഹു അൻഹു സ്ഥലം വിട്ടു. ഇപ്പോൾ രോഗം തുടങ്ങിയിട്ട് 13 ദിവസമായിരിക്കുന്നു. ആശ്വാസത്തിൻ്റെ പ്രഭാതം. കുറേ നാളായി ഉത്കണ്ഠയായിരുന്നു. ഇന്നെല്ലാവർക്കും ആശ്വാസം. ഇത് അവസാനത്തിൻ്റെ മുമ്പുള്ള ഒരു തെളിച്ചം മാത്രമാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. മരണം അടുത്തടുത്ത് വരികയായിരുന്നു. മുഖം പ്രസന്നമായിരുന്നെങ്കിലും വേദന ശമിച്ചിരുന്നില്ല. നേരിയ ആശ്വാസം മാത്രം. വേദന വർദ്ധിച്ചു, ക്ഷീണം കൂടി. ഒരു പാത്രം തണുത്ത വെള്ളം കൊണ്ടുവരൂ, നബി തങ്ങൾ ആവശ്യപ്പെട്ടു. തണുത്ത വെള്ളം കൊണ്ടുവന്നു. അതിൽ കൈമുക്കി മുഖം തടവിക്കൊണ്ടിരുന്നു. ഒരാൾ മിസ്വാക്കുമായി കടന്നു വന്നപ്പോൾ പ്രവാചകൻ അതിലേക്ക് നോക്കി. ആയിഷ റളിയല്ലാഹു അൻഹ ആ നോട്ടത്തിൽ അർത്ഥം മനസ്സിലാക്കി. മിസ്വാക്ക് വാങ്ങി പദം വരുത്തി പ്രവാചകൻ്റെ ദന്തശുദ്ധി വരുത്തി. വേദന കൂടി വരികയാണ്. ശ്വാസം വലിച്ചു തീരുകയാണ്. അല്ലാഹുവേ, മരണവേദനയുടെ ശക്തി കുറച്ചു തരണമേ. നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. ചുണ്ടുകൾ ചലിച്ചുകൊണ്ടിരുന്നു. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ കൂടെ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ ഇവരുടെ കൂടെ ഉന്നത സ്ഥാനത്തേക്ക് ചേർക്കണമേ. അല്ലാഹുവേ, പൊറുത്തു തരണമേ, കരുണ കാണിക്കണമേ. കണ്ണുകൾ മേൽപോട്ട്. നബി തങ്ങൾ അത്യാസന്ന നിലയിലാണ്. ശരീരം കനക്കുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹുവിന് തോന്നി. വെപ്രാളത്തോടെ ആ മുഖത്തേക്ക് നോക്കി. വിറയാർന്ന സ്വരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞു: അല്ലാഹുവാണ് അങ്ങേക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കിട്ടി. ഉന്നതമായത് അങ്ങ് തിരഞ്ഞെടുക്കുകയും ചെയ്തു. നിമിഷങ്ങൾ കടന്നുപോയി. അനുവദിക്കപ്പെട്ട ആയുസ്സിലെ അവസാന നിമിഷം പിന്നിട്ടു. പെട്ടെന്ന് ശ്വാസം നിലച്ചു. കൈകൾ കുഴഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് തന്നെ നബി വഫാത്തായി. അന്ത്യപ്രവാചകൻ യാത്രയായി. ജനിച്ച മാസവും ദിവസവും തന്നെ വഫാത്തിനും അല്ലാഹു തീരുമാനിച്ചു. ഇനിയൊരു പ്രവാചകനില്ല. ഇസ്ലാം ദീൻ പൂർത്തിയായി. ദൗത്യം പൂർത്തിയാക്കി പ്രവാചകൻ കടന്നുപോയിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ മടിയിൽ നിന്നും നബി തങ്ങളുടെ പുണ്യ ശിരസ് മെല്ലെ ഉയർത്തി തലയണയിൽ വെച്ചു. മുറിയിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തിളങ്ങുന്ന മുഖവുമായി നബി തങ്ങൾ
കട്ടിലിൽ കിടക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പതറുന്ന പാദങ്ങൾ നിലത്ത് വെച്ച് മെല്ലെ നടന്നു. സ്ത്രീകളുടെ കൂട്ടത്തിൽ ചേർന്നു. ഇല്ല, എല്ലാം അസ്തമിച്ചു. പ്രവാചകനിൽ നിന്നും തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രത്യേകമായ പദവികൾ എല്ലാം ഓർമ്മകളായി മാറി. അവർ വിതുമ്പി. രോഗം തുടങ്ങിയത് മുതൽ തൻ്റെ കൈവലയത്തിലായിരുന്നു. ലോകാനുഗ്രഹിയായ പ്രവാചകൻ ഇപ്പോഴിതാ കൈവിട്ടു പോയിരിക്കുന്നു. മദീന പട്ടണം ഒന്നാകെ ഒഴുകി വരും. അറേബ്യ ഒന്നാകെ ഉണരും. ഇവിടെ ജനസമുദ്രമായി മാറും. ഓർക്കാൻ കഴിയുന്നില്ല. ശബ്ദമില്ലാതെ കരയുന്ന സ്ത്രീകളുടെ കൂട്ടം. ക്രിസ്താബ്ദം 632 ജൂൺ 8 ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. കാലം മറക്കാത്ത മുഹൂർത്തം. മദീന പട്ടണം മരവിച്ച് നിൽക്കുന്നു. എന്താണ് തങ്ങൾ കേട്ടത്? റസൂല് വഫാത്തായി എന്നോ? നബി തങ്ങൾ മരണപ്പെടുകയോ? ഇത് സംഭവിച്ചിട്ടുണ്ടോ? വെറും തോന്നലായിരിക്കുമോ? ഇന്ന് രാവിലെ പ്രസന്നമായ മുഖം കണ്ടതാണല്ലോ. പള്ളിയിൽ ജനങ്ങൾ കണക്കില്ലാതെ തടിച്ചുകൂടി. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ഇരുട്ടിൽ തപ്പുന്നവൻ്റെ അവസ്ഥ. വഴി കാണുന്നില്ല. വിളക്കണഞ്ഞു പോയിരിക്കുന്നു. ചിലർ വാവിട്ട് കരയുന്നു. അത് കാണുമ്പോൾ ദുഃഖം വർദ്ധിക്കുന്നു. ഇനി ആരാണ് തങ്ങൾക്ക് നേതൃത്വം നൽകുക? ആര് വഴി കാണിക്കും? ആരുടെ സവിധത്തിലേക്ക് ഓടിച്ചെല്ലും? പ്രവാചകനെ കാണാതെ എങ്ങനെ ജീവിക്കും? കൊടുങ്കാറ്റ് പോലെ ഒരാൾ കുതിച്ചു വരുന്നു. ജനം വഴിമാറുന്നു. ധീരനായ ഉമറുൽ ഫാറൂഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. കട്ടിലിൽ നബി തങ്ങളുടെ ജനാസ ഒരു തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. മുഖത്തു നിന്നും തുണി മാറ്റി ശാന്തമായ പ്രസന്ന വദനം. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഴങ്ങുന്ന ശബ്ദം, ഇല്ല, പ്രവാചകൻ വഫാത്തായിട്ടില്ല. പള്ളിയിലുള്ളവർ ഞെട്ടി. നബി മരണപ്പെട്ടിട്ടില്ലേ? ചിലർക്ക് ആശ്വാസം, പ്രതീക്ഷ. റസൂലുള്ളാഹി വഫാത്തായെന്ന് പറയുന്നത് കപടന്മാരാണ്. അവരെ ഞാൻ വെറുതെ വിടില്ല. നബി തങ്ങൾ ഉണരും, എഴുന്നേൽക്കും. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലൂടെ പാഞ്ഞ് നടന്നു. അത് കണ്ട് പലരും ആവേശം കൊണ്ടു. നബി മരണപ്പെട്ടിട്ടില്ല, ഉണരും, എഴുന്നേൽക്കും. ജനങ്ങൾ ആകപ്പാടെ അങ്കലാപ്പിലായി. പ്രവാചകൻ യഥാർത്ഥത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ? അതോ ബോധമറ്റ് കിടക്കുകയാണോ? ആശങ്കാകുലമായ നിമിഷങ്ങൾ. അപ്പോൾ ദുഃഖാകുലനായി ഒരാൾ ഓടിക്കിതച്ചു വരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലെ രംഗം കണ്ട് പകച്ച് നിന്നുപോയി. ജനങ്ങളോട് ഉച്ചത്തിൽ സംസാരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു. ഭയാശങ്കയോടെ നോക്കി നിൽക്കുന്ന ജനങ്ങൾ. നേരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നടന്നു. ജനാസയുടെ മുഖത്ത് നിന്നും വസ്ത്രം മാറ്റി. ജനങ്ങൾ നോക്കി നിൽക്കെ മുഖത്തു നിന്നും തുണി നീക്കി. മുഖത്തേക്ക് ഉറ്റുനോക്കി. ചുണ്ടുകൾ വിതുമ്പി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദുഃഖ പര്യാവശത്തോടെ ആ കവിളുകളിൽ ചുംബിച്ചു. അങ്ങേത്ര പരിശുദ്ധൻ, ജീവിതത്തിലും മരണത്തിലും. നബി തങ്ങളുടെ ശിരസ് കയ്യിൽ താങ്ങി. കണ്ടിട്ട് മതി വരുന്നില്ല. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അള്ളാഹു വിധിച്ച മരണം അങ്ങത് ആസ്വദിച്ചു കഴിഞ്ഞു. ഇനി ഒരു മരണമില്ല. ശിരസിൽ നിന്നും കൈമാറ്റി മുഖത്ത് തുണിയിട്ടു. പള്ളിയിൽ ശബ്ദം മുഴങ്ങുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ചെന്നു. എന്നിട്ട് ശബ്ദമുയർത്തി പറഞ്ഞു, ഉമർ, ശാന്തനാകൂ, ശാന്തനായിരിക്കൂ ഉമർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശബ്ദം ഉയർന്നു. എല്ലാവരും ശാന്തരായി. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ജനങ്ങളെ, ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നുവോ? എങ്കിൽ അറിയുക, മുഹമ്മദ് നബി മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അറിയുക, അള്ളാഹു മരണമില്ലാത്തവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും ആകുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ഒരു ഖുർആൻ വചനം ഉദ്ധരിച്ചു. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രം. മുമ്പ് പ്രവാചകന്മാർ കടന്നു വന്നു പോയിട്ടുണ്ട്. പ്രവാചകൻ മരണപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞാൽ അവൻ അള്ളാഹുവിന് ഒരു നഷ്ടവും വരുത്തുന്നില്ല. നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും. ഈ ആശയം വരുന്ന വിശുദ്ധ ഖുർആൻ വാക്യം കേട്ടതോടെ എല്ലാവരും സ്തംഭിച്ച് നിന്നുപോയി. പഠിച്ചു വെച്ച വചനമാണ്. തക്ക സമയത്ത് ഓർമ്മ വന്നില്ല. കേട്ടപ്പോൾ ആദ്യം കേൾക്കുന്നത് പോലെ തോന്നി. ഈ പ്രസംഗം സ്വഹാബികളുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാൾ താൻ അറിയാതെ നിലത്തേക്ക് വീണു. അദ്ദേഹം വിതുമ്പി കരയുന്നു. നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു. ആ സത്യം ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ ഉൾക്കൊള്ളുന്നു. അതോടെ ശക്തി ചോർന്നു പോകുന്നു, തളർന്നു പോകുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഒളിഞ്ഞു കിടന്ന ധീരത അവിടെ പ്രകടമായി. സ്വഹാബികളിൽ ഏറ്റവും വലിയ ധീരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർകളാണ്. മദീന പട്ടണം ദുഃഖസാഗരമായി മാറി.
നബി തങ്ങളുടെ അടുത്ത ബന്ധുക്കൾ മയ്യത്ത് കുളിപ്പിച്ചു. അലിയുബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ ഫളർ റളിയല്ലാഹു അൻഹു, മറ്റൊരു പുത്രനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നേതൃത്വം നൽകിയാണ് കുളിപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹു ദേഹം കഴുകി ശരീരത്തിൽ സുഗന്ധം പരക്കുന്നു. ആസ്വദിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജീവിതത്തിലെന്ന പോലെ മരണത്തിലും അങ്ങ് സുഗന്ധം പരത്തുന്നു. കുളിപ്പിച്ചു തീർന്നു. ശരീരത്തിലെ വെള്ളം തുടച്ച് 3 തുണികൾ പൊതിഞ്ഞു. വമ്പിച്ച ജനാവലി എത്തിയിട്ടുണ്ട്. അവർക്ക് മയ്യത്ത് നിസ്കരിക്കണം. ആദ്യം പുരുഷന്മാർക്ക് അവസരം നൽകാം. പള്ളിയുടെ ഭാഗത്തുള്ള കവാടം തുറക്കപ്പെട്ടു. ആളുകൾ മുറിയിലേക്ക് ഒഴുകി ഓരോരുത്തരായി മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നു. പുറത്ത് ജനക്കൂട്ടത്തിൽ വെച്ച് വർദ്ധിച്ചു കൊണ്ടിരുന്നു. അവർക്കെല്ലാം നബി തങ്ങളെ ഒരു നോക്ക് കാണാൻ അവസരം നൽകണം. അതിന് ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. ആദ്യം പുരുഷന്മാർ, പിന്നെ സ്ത്രീകൾ, അവസാനം കുട്ടികൾ. അങ്ങനെയാണ് സന്ദർശനം. സ്വഹാബികൾ യോഗം ചേർന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നേതാവായി തിരഞ്ഞെടുത്തു. മുസ്ലിങ്ങളുടെ 1ാമത്തെ ഖലീഫ. നബി തങ്ങൾക്ക് രോഗം വന്നപ്പോൾ നിസ്കാരത്തിന് നേതൃത്വം കൽപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. അടുത്ത നേതാവ് അദ്ദേഹമാണെന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനം ഒഴുകി വരികയാണ്. കണ്ണീരും തേങ്ങലും നെടുവീർപ്പുകളും പകലും രാവും കടന്നുപോയി. ബുധനാഴ്ച സന്ധ്യയായി. സന്ധ്യയോടെ അവസാന കർമ്മങ്ങൾ ആരംഭിച്ചു. നബി തങ്ങൾ വഫാത്തായ അതേ മുറിയിൽ തന്നെ ഖബർ തയ്യാറാക്കി. കുളിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ചവർ തന്നെ ഖബറടക്കൽ കർമ്മത്തിനും നേതൃത്വം വഹിച്ചു. പള്ളിയും പരിസരവും ജനനിബിഡമാണ്. അവർ തങ്ങളുടെ നേതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിക്റുകളും ദുആകളും, വിശുദ്ധ ഖുർആൻ പാരായണം, ഭക്തി നിർഭരമായ അന്തരീക്ഷം. നിർത്താതെ സ്വലാത്ത് ചൊല്ലുന്നു. എല്ലാം പതിഞ്ഞ ശബ്ദത്തിൽ നടക്കുന്നു. ചുണ്ടുകളുടെ മന്ത്രം. ലോകാനുഗ്രഹിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൗതിക ശരീരവും അപ്രത്യക്ഷമാകാൻ പോകുന്നു. മരുഭൂമിയിൽ ഇരുട്ടിന് കനം വെച്ചു. രാത്രി വളരുകയാണ്. നനയാത്ത കണ്ണുകളില്ല, നീറിപ്പുകയാത്ത കൽബുകളില്ല. ലോക ചരിത്രത്തിൽ ഇത്രയും ദുഃഖകുലമായ ഒരു ദിവസമില്ല. ലോകാവസാനം വരെ ഇതുപോലൊരു നാൾ വരാനുമില്ല. ലോകാനുഗ്രഹി എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച പ്രവാചകൻ, മനുഷ്യവർഗത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തി ഇതാ പോകുകയായി. സമയം പിന്നെയും നീങ്ങി. രണാങ്കണത്തിൽ വീരേതിഹാസം രചിച്ച ധീര സ്വഹാബികൾ ദുഃഖത്തിൻ്റെ പ്രതീകങ്ങളായി നിൽക്കുന്നു. ജനലക്ഷങ്ങൾ നിശബ്ദരായി നിൽക്കുന്നു. ശബ്ദമില്ലാത്ത പ്രാർത്ഥന. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചു. മണ്ണ് ഖബറിലേക്ക് നീക്കിയിട്ടു. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. മണ്ണിൽ നിന്നും നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു, മണ്ണിലേക്ക് തന്നെ മടക്കം. അന്ത്യനാളിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി മണ്ണിൽ നിന്നും എഴുന്നേൽപ്പിക്കപ്പെടും. ഖബർ മണ്ണുകൊണ്ട് മൂടി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിൽ ഒരു ഖബർ രൂപം കൊണ്ടു. കണക്കില്ലാത്ത ജനം ആ രാത്രിയിൽ തന്നെ ഖബറിടം സന്ദർശിച്ചു. അന്ന് തുടങ്ങിയ സന്ദർശനം ഇന്നും തുടരുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും സന്ദർശകരുടെ തിരക്ക് തന്നെ മദീന മുനവ്വറയിലേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗബാധിതനായി കിടക്കുമ്പോൾ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ സ്വകാര്യം കേട്ടപ്പോൾ ഫാത്തിമ ബീവി ആദ്യം കരയുകയും പിന്നീട് ചിരിക്കുകയും ചെയ്തത് നേരത്തെ പറഞ്ഞല്ലോ. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഇതിനെപ്പറ്റി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിക്കൂടാ എന്നായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മറുപടി. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ രഹസ്യം വെളിപ്പെടുത്തി. ഒന്നാമതായി ചെവിയിൽ മന്ത്രിച്ച രഹസ്യം ഇതാകുന്നു: ഈ രോഗത്തിൽ നിന്നും ഞാനിനി മോചിതനാവുകയില്ല. ഇത് അവസാനത്തെ രോഗമാണ്. ഇത് കേട്ട് സങ്കടം സഹിക്കവയ്യാതെ ഞാൻ കരഞ്ഞു. രണ്ടാമത്തെ രഹസ്യം ഇതായിരുന്നു: മരണത്തിന് ശേഷം എന്നോട് ആദ്യമായി വന്നു ചേരുന്ന കുടുംബാംഗം നീയായിരിക്കും. അത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത്. നബിയുടെ വഫാത്ത് കഴിഞ്ഞ് 6 മാസം മാത്രമേ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്നുള്ളൂ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖാത്തബുൻ നബി, അവസാന പ്രവാചകൻ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വരെ മുഴുവൻ പ്രവാചകന്മാരുടെയും സമ്പൂർണമായ ചരിത്രം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചു എന്നതിലുള്ള ഒരു സന്തോഷം.
ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുണ്ട്. പ്രവാചകന്മാരുടെ എല്ലാ സ്വഹാബത്തിൻ്റെയും മറ്റും പല ഭാഗങ്ങളും, ഇസ്ലാമിക ചരിത്രങ്ങൾ നിരവധി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് റസൂലുള്ളാഹിക്ക് ശേഷം ആരാണ് അടുത്ത നേതൃത്വം? വിശുദ്ധ മദീനയിൽ പോകുന്നവർക്കറിയാം, മദീന പള്ളിയുടെ മുന്നിൽ സഖീഫത്തു ബനി സഅദ, അവിടെ വെച്ചാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് ഖലീഫയായി തിരഞ്ഞെടുക്കുന്നത്. ഒരുപാട് സമയമെടുത്തു ഖലീഫയായി തിരഞ്ഞെടുക്കാൻ. ആ തിരഞ്ഞെടുക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടില്ലായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ, ഇസ്ലാമിൽ ഒരു നേതൃത്വം, ഒരാൾക്ക് ശേഷം, റസൂലുള്ളാഹിക്ക് ശേഷമുള്ള അടുത്ത നേതൃത്വം ആരായിരിക്കും? അവരെ തിരഞ്ഞെടുക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കം ചെയ്തില്ല എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ, ഇസ്ലാമിൽ ഒരു നേതൃത്വം ആവശ്യമാണ്. നേതൃത്വമില്ലാത്ത ഒരു സമൂഹം അതൊരിക്കലും പാടില്ല എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നേതൃത്വമില്ലാത്തതിൻ്റെ കുറവുകൾ പലയിടത്തും നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തതിന് ശേഷം റസൂലുള്ളാഹിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു എന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഈ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു. ഇനിയും ഒരുപാട് ചരിത്രങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുണ്ട്. തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. അടുത്ത ചരിത്രവുമായി വീണ്ടും നമുക്ക് കാണാം.